താളിയോലകൾ എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. നിഗൂഢമായ കുറേ വിവരങ്ങളടങ്ങിയ ഗ്രന്ഥങ്ങളാണ് താളിയോലകളെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു. അതിൽ കുറേ സത്യങ്ങളുണ്ട്. എന്നാൽ അത് മാത്രമല്ല സത്യം. ഇത് പ്രകാശ് കുറുമപ്പള്ളി ചെർപ്പുളശ്ശേരി സ്വദേശിയാണ്. ഒരിക്കലും വലിയൊരു ലക്ഷ്യം കുറുമപ്പള്ളിയിലേക്ക് വന്നു ചേർന്നു. പുരാതന താളിയോലകളുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ 2002 കേന്ദ്ര സർക്കാർ തീരുമാനിച്ച കാലം. അതിനായി കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയം മാനുസ്ക്രിപ്റ്റ് മിഷൻ എന്ന പേരിൽ ഒരു വലിയ ദൗത്യം ആരംഭിക്കുന്നു. കേരളത്തിൽ തിരൂർ തുഞ്ചൻപറമ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സംഘത്തിലെ പ്രധാനിയായിരുന്നു പ്രകാശ് കുറുമപ്പള്ളി. പ്രകാശ് ചേട്ടാ, നമസ്കാരം. നമസ്തേ. എന്താണ് ഈ മാനുസ്ക്രിപ്റ്റ് മിഷൻ എന്ന് പറയുന്നത്? എന്താണ് ശരിക്കും മാനുസ്ക്രിപ്റ്റ്സ് മെഷീൻ എന്ന് പറഞ്ഞാൽ അത് സെൻട്രൽ ഗവൺമെൻറ് ഒരു പ്രൊജക്റ്റാണ്. പഴയ ലിഖിതങ്ങളെ, മാനുസ്ക്രിപ്റ്റ്സ് പറഞ്ഞാൽ ലിഖിതങ്ങളാണ്, പുരാലിഖിതങ്ങളാണ്. ആ ലിഖിതങ്ങളിനെ ഇന്ന് നമ്മൾ പ്രിസർവ് ചെയ്യേണ്ട രീതികൾ, അതിൻ്റെ ആവശ്യകത, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് തോന്നുന്നു അത് ഹ്യൂമൻ റിസോഴ്സിൻ്റെ കീഴിലാണ് മുരളി മനോഹർ ജോഷി ഉണ്ടായിരുന്ന കാലത്ത് രൂപീകരിച്ച ഒരു പദ്ധതിയാണ് അതെന്നാണ് എൻ്റെ ധാരണ ഉള്ളത്. അപ്പോൾ എന്തായാലും അത് വളരെ വൈകി തുടങ്ങിയത്, ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകി തുടങ്ങിയൊരു അറ്റംപ്റ്റാണ്. അതിനു മുമ്പേ നമുക്ക് എത്രയോ കാലം മുമ്പ് തന്നെ ഇത് സംരക്ഷിക്കേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിരുന്നു. അതുപോലെ തന്നെ അത് നമ്മൾ സംരക്ഷിക്കേണ്ട ചുമതല നമ്മളെല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരുപാട് ദൂഷ്യങ്ങൾ നമുക്ക് പിന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ മാനുസ്ക്രിപ്റ്റ് മിഷനിൽ നമ്മൾ അന്ന് ചെയ്തിരുന്നത് ഇതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ, ക്രിട്ടിക്കൽ സ്റ്റഡി, അതുപോലെ തന്നെ പ്രിസർവേഷൻ, നമ്മളെങ്ങനെ താളിയോല ഇപ്പം നിലവിലുള്ളത്, ബാക്കിയുള്ളത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഒരുപാട് താളിയോലകൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള താളിയോലകൾ എങ്ങനെ നമ്മൾ പ്രിസർവ് ചെയ്യണം, അതിൻ്റെ പുൽത്തൈലം വെച്ച് തേക്കുകയും അതിൻ്റെ ഒരു ടെക്നോളജി ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ അതെങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതെല്ലാം ഈ മാനുസ്ക്രിപ്റ്റ് മിഷൻ്റെ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ്. തീർത്തും സൗജന്യമായിട്ടാണ് അത് ചെയ്തിരുന്നത്. ഞങ്ങൾ 2 പേരാണ് ഈ തിരൂർ സെൻറ്റർ, ആദ്യം മാനുസ്ക്രിപ്റ്റ് മിഷൻ്റെ തിരൂർ തുഞ്ചൻപറമ്പിൽ സെൻറ്റർ കിട്ടുകയും MT യുടെ കീഴിൽ KP രാമനുണ്ണിയാണ് കോർഡിനേറ്റർ ഉണ്ടായിരുന്നത്. MT യുടെ കീഴിൽ അത് ഞങ്ങൾ 2 പേര്, ഞാനും ഒരു PM ഗോവിന്ദനുണ്ണി, കവിയൊക്കെയാണ്, ഞങ്ങൾ 2 പേരാണ് സ്കോളേഴ്സായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളാണ് ആ വർക്ക് തുടങ്ങിയത്. അത് കാരണം നമുക്ക് അന്ന് 10,000-കണക്കിന് താളിയോലകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വളരെ തുടക്കത്തിൽ, അല്ലെങ്കിൽ ഇപ്പോഴും നിലവിലുള്ളത് ഒരു പ്രധാന പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, ഈ താളിയോലകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ലെറ്ററെല്ലാം ഉണ്ട്, സർക്കാരിൻ്റെ ലെറ്ററും കാര്യങ്ങളും ഉണ്ട്. ഇവരിങ്ങനെ സ്കോളേഴ്സാണ്, ഇവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കണം പറഞ്ഞിട്ടുള്ള കടലാസുണ്ട്. അതുകൊണ്ട് കാണിച്ചാലും ഈ സാധനം എന്തോ ഒരു വലിയ വില പിടിച്ചൊരു സാധനമാണ്, ഇതിന് ലക്ഷക്കണക്കിന് ഉറുപ്പിക വില കിട്ടും എന്നെല്ലാം തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ ഒരു ഭാഗത്ത് ഇത് ഇവൻ എടുത്തുകൊണ്ട് പോകുക, അടിച്ചുകൊണ്ട് പോകുക. അതിപ്പോൾ സ്വാഭാവികമാണല്ലോ, എന്ത് കണ്ടാലും എടുത്തുകൊണ്ട് പോകുന്ന ഒരു രീതിയാണ് പണ്ട് മുതലേ ഈ താളിയോലയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴും അതിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കാരണം ഒരു ആകാംക്ഷ, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു താല്പര്യം കൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ, അതിനൊരു വില ഉണ്ടായിട്ടല്ല. അപ്പോൾ എന്തായാലും അതൊരു പ്രശ്നമായിരുന്നു. അപ്പം നമ്മളെ അടുപ്പിക്കാൻ, സ്കോളേഴ്സാണെന്ന് പറഞ്ഞാൽ നമ്മൾ അടുപ്പിക്കാനാണ് വീട്ടുകാർ പലപ്പോഴും മടിച്ചിരുന്നു. പക്ഷേ അതെല്ലാം പിന്നീട് നമുക്ക് മാറ്റാൻ കഴിഞ്ഞു. പക്ഷേ നമ്മുടെ പെരുമാറ്റങ്ങളെ കൊണ്ടാവാം, നമുക്കത് ആവശ്യമില്ല എന്ന് അവർക്ക് അറിയിച്ചതുകൊണ്ടാവാം, നമ്മളവിടെ തന്നെ ഇരുന്നിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുകയും നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് എഴുതിയെടുക്കുകയും ചെയ്യുകയാണ് നമ്മൾ ചെയ്തിരുന്നത്. അങ്ങനെ ഒരു വർക്കാണ് ഇതിലുണ്ടായിരുന്നത്. 14 കൊല്ലത്തോളം ഈ വർക്ക് നമ്മൾ കൊണ്ടുപോയി. അത്തരം ഈ ഒരു 14 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം എന്താണ്? ഏതൊക്കെ രീതിയിലുള്ള താളിയോലകളാണ്, ശരിക്കും ഏതൊക്കെ രീതിയിലുള്ള താളിയോലകളാണ് നമ്മൾ കേരളത്തിലുള്ളത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു, നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കുറച്ചും കൂടി മുമ്പത്തെ ഒരു കാലം മുതൽ പറയാം. നമ്മൾ എല്ലാം ഇങ്ങനത്തെ താളിയോലകളും അങ്ങനെയുള്ള പുരാണമായിട്ടുള്ള എല്ലാ സാധനവും കത്തിച്ച് കളയണം എന്നൊരു പോളിസിയിൽ ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 10-20 കൊല്ലം. അന്നെല്ലാം നമുക്കറിയാലോ, പാമ്പുങ്കാവുകളെല്ലാം അവിടെ എല്ലാം കൃഷിയിടങ്ങളാക്കണം എന്ന് കവിത അടക്കമുണ്ടായ കാലമാണ്. പക്ഷേ ഇന്നിപ്പോൾ എന്താ ഉണ്ടാവുന്നത്? ഇന്ന് ഞാനിങ്ങനെ പാമ്പിൻ്റെ ഒരു കാര്യത്തിൽ സഹായിക്കാൻ പോകുന്ന ഒരാളാണെന്നുള്ളതുകൊണ്ട് എല്ലാ വീട്ടിലും പാമ്പുങ്കാവുകൾ തിരിച്ചു വരികയാണ്.
പണ്ട് ഒരു കാവേ ഉള്ളൂ വെച്ചാൽ ഇന്നിപ്പോൾ 2 കാവ എന്നുള്ള അല്ലെങ്കിൽ 4 കാവ എന്നുള്ള വിധം തിരിച്ചു വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് ഈ സാധനം മുഴുവൻ കത്തിച്ച് കളയാൻ ഒരുപാട് ആൾക്കാർ തയ്യാറായി. ഇതൊരു ആവശ്യമില്ലാത്ത സാധനമാണ്. എന്തിനും ഈ താളിയോലകൾ, എന്താ ഇതിൻ്റെ കണ്ടൻറ്റ്, അതൊന്നും നോക്കാതെ, വായിക്കാൻ ശ്രമിക്കാതെ, ആ വായനയുടെ കാര്യത്തിൽ നമുക്ക് പിന്നെ വരാം, വായിക്കാൻ ശ്രമിക്കാതെ അതെല്ലാം കത്തിച്ച് കളയാൻ നമ്മളെല്ലാവരും, ഞാനും സന്ദീപും ഉൾപ്പെട്ട ഈ സമൂഹം അതിന് തയ്യാറായി. ഒന്നും സംരക്ഷിക്കാൻ നമ്മൾ തയ്യാറായിരുന്നില്ല. എന്നാൽ പൊതുവെ വിദേശങ്ങളിലൊക്കെ ആണെങ്കിൽ അതെല്ലാം വളരെ കരുതലോടെ സംരക്ഷിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ നമുക്കതിനുള്ളൊരു മനസ്സുണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് വില പിടിച്ച സാധനങ്ങൾ ഇവിടെ നിന്നും വിദേശത്തേക്ക് പോയിട്ടുണ്ട്. ഒരുപാട് വില പിടിച്ച താളിയോലകൾ നമുക്ക് നഷ്ടപ്പെട്ടു, നമ്മുടേതല്ലാതായി. വിദേശ യൂണിവേഴ്സിറ്റികളിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് പറഞ്ഞു വരുമ്പോൾ താളിയോല എല്ലാവിധ, നമുക്ക് അതിൽ പ്രധാനമായിട്ടും ആയുർവേദവും അതുപോലെ തന്നെ ശാസ്ത്ര സംബന്ധിയായിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ പുരാണ ഇതിഹാസങ്ങളുണ്ട്, ഭഗവത്ഗീത, അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട്. വൈദ്യം, അങ്ങനെ നാട്ടുവൈദ്യം, മറ്റേ ആയുർവേദമുണ്ട്, നാട്ടുവൈദ്യം വേറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒടി മാരണം. അത് ഞാൻ ഈ മഞ്ചേരിയിൽ ഇതിൻ്റെ ഇടയിൽ ഒരു വീട്ടിൽ, ആ ഒരു കാലത്ത് ഒരു വീട്ടിൽ പോയതാണ്. അത് ഇങ്ങനെ ജാതി പറയുകൊണ്ട് തെറ്റിദ്ധരിച്ചിട്ട് കാര്യമില്ല, പക്ഷേ ജാതി പറയാതെ ഇവിടെ അത് പറയാൻ പറ്റില്ല. അവർ മണ്ണാന്മാരായിരുന്നു. അങ്ങനത്തെ ഇത് കാണുള്ളൂ. നമ്മുടെ ഒരു വിശ്വാസപ്രകാരം പാണന്മാരും മണ്ണാന്മാരുമാണ് ഈ ഒടിയിൻ്റെ ആൾക്കാരുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എന്നോട് ഒരു സുഹൃത്താണ് കൂട്ടിക്കൊണ്ടുപോയത്, വിനോദ് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ പോയി. ഇതുപോലെ തന്നെ വളരെ സംശയിച്ചിട്ട് അവർ, നമ്മളെ വിനോദിൻ്റെ പരിചയത്തിലാണ് ഞാനവിടെ കയറി ചെല്ലുന്നത്. സംശയിച്ചിട്ട് ഈ പട്ടപ്പരയാണ്, അതിൻ്റെ അട്ടത്തുനിന്ന്, ശരിക്കും പുറത്തുള്ള ചായ്പിലെ അട്ടത്തുനിന്നാണ് ഈ ഗ്രന്ഥം എടുത്ത് തരുന്നത്. ഇതാണ് ഇവിടെ ഉള്ളത്, ഇതൊന്ന് നോക്കുക. അപ്പോൾ ഞാനത് നോക്കി. അപ്പോൾ അത് ഒടീനെ കുറിച്ചിട്ടാണ്. മുഴുവൻ വായിക്കാൻ നമുക്ക് സമയമില്ല, കാരണം അത് സഹായിക്കാൻ അവർ സമ്മതിക്കില്ല. അവർക്കൊരു ലിമിറ്റഡ് സമയം നമുക്ക് അവിടെ ഇരിക്കാൻ അവർ അനുവദിക്കുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ പോയിക്കൊള്ളണം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞാനത് ഏതാണ്ട് മറച്ചു നോക്കി. കാണപ്പെടൊന്നും നമുക്ക് പഠിക്കാനുള്ള സമയമില്ല, ജസ്റ്റ് നോക്കി. അപ്പോൾ അത് ഒടിയും മാരണവും എങ്ങനെയാണ് എന്ന് പ്രതിപാദിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അത് വളരെ അപൂർവമാണ്. ഇനി ഒരിക്കലും അവർ കാണിച്ചു തരില്ല. ഒരു പക്ഷേ അത് നശിച്ചും പോയിട്ടുണ്ടാവും. ഞാനത് ചോദിച്ചു, നിങ്ങൾക്കത് ഇങ്ങനെ ഒരു ഗ്രന്ഥമാണ്, നമുക്കത് തന്നാൽ തുഞ്ചമർപ്പിൽ അത് വെച്ചാൽ അത് എല്ലാ കാലത്തേക്കും എല്ലാവർക്കും ഉപകാരപ്പെടും. പക്ഷേ അവരെന്തോ തെറ്റിദ്ധാരണയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിന് ഒരുപാട് വില വയ്ക്കുന്നുണ്ടെന്ന് അവർ വിചാരിച്ചു. ഇത് ലക്ഷക്കണക്കിന് റുപ്യ ആൾക്കാർ കൊണ്ടുപോയേക്കാം, അല്ലെങ്കിൽ ഇത് പൈതൃകമായി ലഭിച്ചത് കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ വന്നേക്കാം. ഇങ്ങനെയൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ. എന്താണ് അവനവൻ്റെ അവിടെ ഉള്ള ഈ ഗ്രന്ഥം, ഏത് ദൈവത്തിനെയാണ് പൂജിക്കണമെന്ന് അറിയാതെ പൂജാമുറിയിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അതേപോലെ തന്നെ ഏത് ഗ്രന്ഥമാണ് കയ്യിലുള്ളതെന്ന് അറിയാതെ അതിനെ ധ്യാനിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇന്നിപ്പോൾ സർവ്വസാധാരണമായി പോകേണ്ടത് എല്ലാ സാധനവും പോയി. വൈമാനിക സൂക്തം എന്നുള്ളൊരു ഗ്രന്ഥം നമുക്കുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ ബ്രൈറ്റ് സഹോദരന്മാർക്ക് മുമ്പ് വിമാനം ഓടിച്ച ആൾക്കാരാണ് നമ്മൾ. രാമായണത്തിൽ വിമാനം പറത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് വെറുതെ പുച്ഛിച്ച് തള്ളിയിട്ട് കാര്യമില്ല ഒരു കാര്യം. അത് അങ്ങനെയുള്ളൊരു അവസരത്തിൽ അതിനൊരു ശാസ്ത്രീയമായ അടിത്തറ ഉണ്ടായിരുന്നു. ഈ വൈമാനിക സൂക്തം എന്നുള്ള ഗ്രന്ഥം കൊണ്ടുപോയിട്ടാവും ഇവർ ശരിക്കുള്ള ഫ്ലൈറ്റ് ഉണ്ടാക്കിയത്. അവർ ബ്രൈറ്റ് സഹോദരന്മാർ അത് ഉണ്ടാക്കുന്നതും പറപ്പിക്കുന്നതും ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. രാവണൻ പോയത്, കുബേരൻ പോയതെല്ലാം കുബേരൻ്റെ ആയിരുന്നു പുഷ്പവിമാനം. കുബേരനിൽ നിന്ന് രാവണൻ തട്ടിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതേ മെത്തോളജിയിൽ നമുക്ക് ഈ ഒരു സംഗതി ഉണ്ടായിരുന്നു, വൈമാനിക സൂക്തം എന്നുള്ളത്. അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഇന്നിപ്പോൾ എവിടെയും അത് കണ്ടിട്ടില്ല. ഇപ്പോൾ പ്രകാശേട്ടൻ നേരത്തെ പറഞ്ഞു, പിന്നെ ഉടിമാരണം എന്നുള്ള ഒരു കാര്യമായിരുന്നു. ആ ഒറ്റ നോട്ടത്തിൽ എന്തൊക്കെയായിരുന്നു അതിൽ കണ്ടിരുന്നത്? അത് എനിക്ക് മുഴുവൻ അങ്ങനെ ഓർമ്മിക്കാൻ പറ്റില്ല, നമുക്ക് അത്രേ സമയമുള്ളൂ അതിൽ എങ്ങനെയാണെന്ന്. അല്ലാണ്ട് അതിൻ്റെ വളരെ ഡീറ്റെയിൽസിലേക്ക് പോകണമെങ്കിൽ ഒന്നാമത് ഈ താളിയോലയിലെ ലിഖിതം ഇന്ന് അത്ര പെട്ടെന്ന് നമുക്ക് ഒരു പേപ്പറിൽ എഴുതിയമാതിരി വായിച്ചെടുക്കാൻ കഴിയില്ല. ഒന്നാമത് അത് നിറം മങ്ങിയിട്ടുണ്ടാവും. അവിടെ നമ്മൾ ഇലയോ എന്തെങ്കിലും വെച്ച് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം വായിക്കാൻ. അതിനുള്ളൊരു സമയമൊന്നും അവർ തരില്ല. നമ്മളെ എപ്പോഴും ഒരു സംശയത്തോട് കൂടിയിട്ടാണ് അവരിങ്ങനെ നോക്കുള്ളൂ. ഇവൻ ഏത് കള്ളനെ എവിടെ നിന്ന് വരണമെന്ന് അറിയില്ലല്ലോ. അവരുടെ അനുഭവങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഈ താളിയോലകൾ സമൃദ്ധമായി ഉണ്ടായിരുന്ന പല സ്ഥലത്തെയും അനുഭവങ്ങൾ അതാണ്. നാളെ കൊണ്ടുവരാം, അല്ലെങ്കിൽ അടുത്ത ദിവസം ഇത് വായിച്ചിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞ ഗ്രന്ഥങ്ങൾ തിരിച്ചു കൊടുക്കാത്തതിൻ്റെ വേദന പല വീട്ടുകാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അന്നത്തെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് എടുത്തുകൊണ്ടത്. അന്നത്തെ കാലത്ത് അദ്ദേഹം നല്ല വിവരമുള്ള ആളാണ്, അതുകൊണ്ട് തന്നെയാണ് കൊണ്ടത്. അത് പിന്നീട് പുസ്തകമായി വന്നിട്ടാണ് ഇവരറിഞ്ഞത്. എൻ്റെ ഗ്രന്ഥമാണിത് പുസ്തകമായി വന്നത്, അവരെ അറിയിച്ചിട്ടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും
ഈ താളിയോലകളെ ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ തയ്യാറാവില്ല. അനുഭവങ്ങളാണല്ലോ ഗുരു. ഇപ്പോൾ ചേട്ടാ, എന്തിലാണ് ഈ താളിയോല ഈ ഒരു ഗ്രന്ഥം തയ്യാറാക്കുന്ന ഒരു മെത്തേഡ് എന്താണ്? ശരിക്കും ഒരു പഴയ മെത്തേഡ് എന്താണ്? അത് താളിയോല നമ്മളിവിടെ പൊതുവെ കേരളത്തിൽ താളി ഓല തന്നെയാണ്. പനമ്പട്ടയും ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. കരിമ്പനയുടെയും ഉപയോഗിക്കുന്നുണ്ട്, മറ്റേ പനയുടെയും ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം ഒരു കഴുകി ഉണക്കി അങ്ങനെയൊക്കെ അതിൻ്റെ ഒരു പ്രിസർവേഷൻ രീതിയുണ്ട്. അതിൽ എഴുത്താണി കൊണ്ടാണ് എഴുതുക. നമുക്ക് പെന്നുകൊണ്ട് പോലും അങ്ങനെ ഇതിൽ എഴുതാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എഴുത്താണി കൊണ്ട് കുഴികളായിട്ട് ചെറിയ ചെറിയ നമ്മുടെ ലിഖിതം ഇലയിൽ താന്നു പോകും. അപ്പം നമുക്കത് ഒരു കാലത്തും ആയില്ല ഈ സാധനം. എന്നിട്ട് ചൂടാക്കിയ കമ്പിയോ എന്തെങ്കിലും ഇട്ടിട്ട് അത് തുളച്ചിട്ട് അവിടെ 2 ഓട്ടം ഉണ്ടാക്കും. ഇങ്ങനെ താളിയോലകൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ആ ഒരു ഇതിൽ 2 ഓട്ടം ഉണ്ടാക്കി അതിൽ നൂലിട്ട് കെട്ടി അങ്ങനെയാണ് അത് സംരക്ഷിക്കുക. എൻ്റെ ജാതകമൊക്കെ താളിയോലയായിരുന്നു. ജാതകങ്ങളൊക്കെ താളിയോലകളുണ്ടാവും. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ പല വീട്ടിലും ഇപ്പോഴും താളിയോലകളുണ്ട്. അതിൽ ഒട്ടുമിക്കതും മഹാഭാരതം അല്ലെങ്കിൽ രാമായണം, ഭഗവത്ഗീത, ചിലപ്പോൾ വൈദ്യം, ഇങ്ങനെയുള്ള സാധനങ്ങളെ ഉണ്ടാവുള്ളൂ. ആയുർവേദം, പിന്നെ അല്ലെങ്കിൽ സംതിങ് ലൈക്ക്. അപ്പോൾ അങ്ങനത്തതേ ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അത് ചോദിച്ചാലും വളരെ എൻ്റെ വീട്ടിലുണ്ട്. ഒരു പെട്ടിയിലൊക്കെ നിറച്ച് ഇത് ചതപ്പിടിച്ചങ്ങനെ പോകുന്നത് ഇന്ന് ഞാൻ പട്ടാമ്പി അടുത്തൊരു വീട്ടിൽ കണ്ടിട്ടുണ്ട്. ഒരു പെട്ടി സാധനം അമ്പലത്തിലാണ് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. അത് മുഴുവൻ ഈ സിൽവർ ഫിഷ് എന്നുള്ള സാധനം അതേമാതിരിയുള്ളതാണ്. ഇത് തിന്നുക അതെല്ലാം കയറി നശിച്ച് പൊടിയായി ഇരിക്കുകയാണ്. വേറെ ആൾക്ക് കൊടുത്താൽ ഒരു പക്ഷേ സംരക്ഷിക്കും എന്നുള്ള ആൾക്ക് കൊടുത്താൽ അതൊരു പക്ഷേ നേരെ കിട്ടും. അങ്ങനെ ഇരിക്കുകയും ചെയ്യും. ഒരു പൗരാണികമായിട്ടുള്ള ഒരു സാധനം എന്നുള്ള നിലയിലുള്ള ഒരു വില അതിനുള്ളൂ. ഒരു ആൻറ്റിക് എന്നുള്ള അതിനുള്ള വാലിഡിറ്റി ഉണ്ടാവും. ഒരു ഗ്രന്ഥത്തിന് അല്ലാണ്ട് ഈ പറയണ മാതിരി 10,000 കിട്ടാൻ ഒരു സാധ്യതയില്ല. ആരും വാങ്ങില്ല. ഒരു ആൻറ്റിക് എന്നുള്ള നിലയിൽ അതിനൊരു പ്രൈസ് ഉണ്ട്. ആ പ്രൈസൊക്കെ കിട്ടിയാലായി, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് എൻ്റെ വളരെ അമൂല്യമാണ്. എപ്പോഴും അതിനൊരു ദൈവികമായ ഛായയിലാണ്. നമ്മൾ പലപ്പോഴും പൂജാമുറിയിലാണ് ഉണ്ടാവുക. അതിലിരിക്കുന്നത് ചിലപ്പോൾ എൻ്റെ ജാതകം തന്നെയാവും. നമ്മൾ വായിച്ചോക്കില്ലല്ലോ. കുറേ ഗ്രന്ഥങ്ങളുണ്ടെങ്കിൽ അതിലെൻ്റെ ജാതകം ഉണ്ടാവാം, ഈ ജാതി ഒടിമാരനുണ്ടാവാം, പല സാധനം ഉണ്ടാവാം ഈ പൂജാമുറിയിൽ വെക്കണതിൽ. അപ്പം നമ്മളതൊന്നും പരിശോധിക്കാതെയാണ് വെക്കണം. രാമായണവും മഹാഭാരതവും ഗീതയും അതുപോലെ തന്നെ ദേവി മാഹാത്മ്യം അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളാണെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളതിനെ ധ്യാനിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു താളിയോലയ്ക്ക് ഈ ഒരു ആൻറ്റിക് വില ഉണ്ടാവുള്ളൂ. പക്ഷെ അതിലുണ്ടായിരുന്ന പല ഇൻഫർമേഷൻസിനും ഭയങ്കര വാല്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ. അതെ, അപ്പോൾ അതാ പറഞ്ഞത്, നല്ല വാല്യൂ ഉള്ള കാര്യങ്ങളാണ്. കാരണം അത്രയും പണ്ഡിതന്മാരായിട്ടുള്ളത് ആളുകളാണ് നമ്മുടെ പൂർവികന്മാരായിട്ട് ഉണ്ടായിരുന്നത്. അതൊക്കെ നിരാകരിക്കാൻ പറ്റാത്ത ചില സത്യങ്ങളാണ്. അവരുടെ എഴുത്തുകൾ, അവരുടെ കണ്ടെത്തലുകൾ, അവരുടെ ചിന്തകൾ, അതെല്ലാം വളരെ വലുതായിരുന്നു. അതെല്ലാം നമ്മൾക്ക് പുസ്തക രൂപത്തിൽ അന്ന് എഴുതി വയ്ക്കാവുന്ന മീഡിയ ആയിരുന്നു ഇത്. ഇവിടെ താളിയ ഓലകളാണെങ്കിൽ അങ്ങോട്ട് വടക്കൻ ഭാഗത്തൊക്കെ ബൂർജ് പത്ര എന്നാണ് പറയുക. അത് ഈ മരത്തിൻ്റെ തോലാണ്. അതായത് മരത്തിൻ്റെ തോലിലാണ് അവിടെയൊക്കെ എഴുതിയിരുന്നത്. അവിടെ ഇത്രയും ഇങ്ങനെ പട്ടകൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒന്നാമത് ഹിമാലയത്തിൻ്റെയൊക്കെ ഭാഗത്താകുമ്പോൾ. അപ്പോൾ അങ്ങനെ പലതിലും സ്റ്റോണിൽ കല്ലുകളിലൊക്കെ എഴുതിയിട്ടുണ്ടാവും. കല്ല് ഇങ്ങനെ പല കേട്ട് അതുപോലെ പാറയിലൊക്കെ എഴുതി കാണാം ചിലപ്പോൾ. അതൊക്കെ അങ്ങനെ പല ലിഖിതങ്ങൾ പല ടൈപ്പുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു വാലിഡിറ്റി എന്താണെന്ന് നമ്മൾ ഇപ്പോഴും അറിയില്ല. ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു 2005 ഒക്കെ ആവാൻ തോന്നുന്നു, മലപ്പുറത്തൊരു വീട്ടിൽ പോയി. അവിടെ ഗ്രന്ഥമുണ്ട് എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ഇത് നോക്കലാണല്ലോ പണി. അവിടെ ഒരു വീരാൻകുട്ടി എന്നുള്ള പറയുന്നു, ഒതുക്കുങ്ങൽ ഭാഗത്താണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, എൻ്റെ ഒരുപാട് താളിയോലകളുണ്ട്. അദ്ദേഹം പറഞ്ഞത് തെറ്റിദ്ധരിച്ചിട്ട് ഞാൻ പറയുന്നില്ല, തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരുപാട് താളിയോലകളുണ്ട്. അപ്പോൾ ഒന്ന് വന്ന് നോക്കിക്കോളൂ പറഞ്ഞു. എന്തൊക്കെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ വേണം പറഞ്ഞു. അപ്പോൾ ഞാൻ നമുക്ക് എത്ര താളിയോല കിട്ടണോ അത്രയും നമ്മുടെ വർക്ക് എളുപ്പമാണ്. അപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഞാൻ അവിടെ പോയി. അവിടെ പോയപ്പോൾ ഒരു ഗ്രന്ഥം എടുത്തിട്ട് അത് നാശകുശയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ഗ്രന്ഥത്തിൽ ഒരു 100, 200, 300 ലീഫ് ഉണ്ടാവും. അതെല്ലാം ഓരോ താളിയോലകളാണെന്ന് ഇദ്ദേഹം വിചാരിച്ചു. അതെല്ലാം ഓരോ ഗ്രന്ഥങ്ങളാണെന്ന് ഇദ്ദേഹം വിചാരിച്ചു. അങ്ങനെ ഒരു വലിയ തെറ്റിദ്ധാരണ ഉണ്ടായത്. അപ്പം ഞാൻ പറഞ്ഞു ഇതെല്ലാം ഒന്നാണ്, ഇത് വിഷയം രാമായണമാണ്, ഇതെല്ലാം ഒന്നിച്ച് കൂട്ടട്ടെ. അത് പറ്റില്ലേ, ഇത് എല്ലാം വേറെയാണ്. അതൊക്കെ എനിക്കറിയാം, എനിക്ക് അങ്ങനെ പറഞ്ഞു തന്നിട്ടാണ് വാപ്പ തന്നെന്ന് പറഞ്ഞു. അതിന് കൈമാറി വന്നതാണ് ഈ സാധനം. അദ്ദേഹത്തിന് കുറേ പുരാണമായിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പക്ഷേ
അതിനെക്കുറിച്ചെല്ലാം അറിയിച്ചാലും താളിയോലയെക്കുറിച്ചുള്ള അറിവ് പരിമിതമായിരുന്നു. ഇതേമാതിരിയാണ് പല ആൾക്കാരും. നമ്മുടെ കയ്യിലുള്ള അസറ്റ് എന്താണെന്ന് നമ്മൾ ഒരിക്കലും പരിശോധിച്ച് നോക്കിയിട്ടില്ല. നോക്കാൻ ഇപ്പോഴത്തെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, പൊതുവായിട്ട് ഈ ഗ്രന്ഥങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇങ്ങനൊരു മാനുസ്ക്രിപ്റ്റ് മിഷൻ്റെ ഈ ഒരു ഇത് തുടങ്ങുന്നതിന് മുന്നേ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രെയിനിങ്ങുകൾ കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ക്ലാസ്സുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അത്തരം ക്ലാസ്സുകളിൽ എവിടെയെങ്കിലും ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ട് പറയുകയുണ്ടായിട്ടുണ്ടോ? അവർ പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതേ ഇപ്പം ഞാൻ പറയണ മാതിരി അടിച്ചു പറയില്ല. അവരെല്ലാവർക്കും അവരവരുടെ ഓരോ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് പിന്നെ ഞാനതങ്ങനെ തുറന്ന് പറയണമെന്ന് മാത്രം. അതേമാതിരി ഇത്രയും ഉറച്ചിട്ട് പറയില്ല. പക്ഷേ അതെല്ലാം പോയിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കും. നമുക്ക് ഒരു കാലത്ത് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. നമ്മളെ വേറെ ആരെയും കുറ്റം പറയല്ല. എൻ്റെ വീട്ടിലുള്ള ഞാനെടുത്ത് വലിച്ചെറിഞ്ഞാൽ കഴിഞ്ഞില്ല കാര്യം. അല്ലെങ്കിൽ ഒരാൾ വന്ന് ചോദിച്ചാൽ അതിനെടുത്ത് കൊടുത്തു, പിന്നെ ഒരിക്കലും അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല, അത് പോയി വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക് പോയി. അല്ലെങ്കിൽ അടുത്ത ഒരു പ്രത്യേക പ്രഖ്യാപനം വന്നു, ഇതെല്ലാം കത്തിച്ച് കളയണം. നമ്മൾ കൂട്ടത്തോടെ താളിയോലകളിട്ട് കത്തിച്ചിട്ട് തീ കാഞ്ഞ ഇല്ലങ്ങളുണ്ട്. വേറൊന്നും വേണ്ട, ഇല്ലങ്ങൾ നമുക്കുണ്ട്. ഇനി അതൊന്നും തിരിച്ചു കിട്ടില്ല. അതെല്ലാം പോയി. അതിലെന്തൊക്കെ ഉണ്ടായിരുന്നു ദൈവത്തിന് അറിയാം. അങ്ങനെ പലതും ചെയ്തു. അതെല്ലാം നമുക്ക് നമ്മുടെ പൈതൃകം സംരക്ഷിക്കാൻ വേണ്ടത്ര വ്യഗ്രത ഉണ്ടായിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു സത്യം. ഇപ്പോൾ 14 വർഷം ആണല്ലോ അവകാശമായിട്ടുണ്ടായിരുന്നത്. ഈ 14 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള നമ്മൾ ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളുണ്ട്? എന്തൊക്കെയാണ് ഒന്ന് പറയാമോ? ഇപ്പം നമ്മുടെ വെള്ളപ്പൊക്കം ഉണ്ടായില്ലോ 2018. അന്ന് ഞാനൊരു ഹിമാലയയാത്രയിലായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ ഞങ്ങൾ ചണ്ഡീഗറിലൊക്കെ യാത്രയൊക്കെ കഴിഞ്ഞ് ചണ്ഡീഗറിൽ എത്താറാകുമ്പോഴാണ് ഇവിടെ ഇത്രയും പ്രശ്നമാണെന്ന് അറിയുന്നത് കേരളത്തിൽ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പിന്നെ പല സ്ഥലത്തേക്കും വിളിച്ചു. എൻ്റെ ആലുവയിലുള്ള ബന്ധുക്കളുണ്ട്, അവരൊക്കെ വെള്ളത്തിലാണ്, അവർ അവിടുന്ന് മാറി വേറെ വീട്ടിലേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ അറിയിച്ചു. അതിൻ്റെ ഇടയിൽ ഒരു വിളി വന്നു. അദ്ദേഹം ഒരു നിലവിളിക്കണ മാതിരിയാണ്. ഒരു ഇല്ലാണ് ചാലക്കുടിയുള്ളത്. ആ ഇല്ലത്തുനിന്ന് അദ്ദേഹം ഞങ്ങളവിടെ പോയിരുന്നു എന്തൊക്കെയാണെന്നറിയാം. അപ്പോൾ അദ്ദേഹം വിളിച്ചു പറയാൻ, ഞാൻ ഇങ്ങനെ ഇല്ല ഏതാണ്ട് പകുതിയോളം മുങ്ങി, പുഴയുടെ തീരത്താണ്, ഇനി താളിയോലകൾ മുങ്ങി, ഞാനത് കൊണ്ടുപോന്നിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെയെങ്കിലും അതൊന്ന് നേരാക്കി തരണം എന്നൊരു പറയാം. അദ്ദേഹം അത് അത്രയും അദ്ദേഹം വായിക്കുന്ന ആളാണ്. അത് വായിക്കാൻ അറിയുകയും ചെയ്യും, അതിനെക്കുറിച്ച് അറിയുകയും തന്ത്രിയാണ്. അപ്പോൾ ചാലക്കുടിയുള്ള ഇല്ലത്തേക്ക് നമുക്ക് പോകാൻ സാധിച്ചില്ല. അപ്പോഴേക്കൊക്കെ വെള്ളം കയറി ഇവിടെയൊക്കെ തിരിച്ചു വന്നപ്പോഴേക്കൊക്കെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ പലവട്ടം അങ്ങനെ വിളിച്ചിരുന്നു. അത് അപ്പോഴേക്കും നമ്മുടെ ഇത് വൈൻഡപ്പ് ചെയ്തു. 2018 നമ്മളൊക്കെ നമ്മുടെ തിരൂർ സെൻറ്റർ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ നമുക്ക് പ്രിസർവ് ചെയ്യാൻ നിവൃത്തിയില്ലാണ്ടായി. ശരിക്കും അത് വലിയൊരു സാധ്യതയാണുള്ളത്. ഒരുപാട് ഗ്രന്ഥങ്ങൾ ഞങ്ങൾ നോക്കിയതിൽ 10,000-കണക്കിന് ഗ്രന്ഥങ്ങൾ ഇനി നമുക്കത് സംരക്ഷിക്കാനായിട്ട് കാണാനുണ്ട്. ഇപ്പോൾ ഒരു കാലത്ത് എന്തൊക്കെ രീതിയിലുള്ളൊരു പർപ്പസായിരുന്നു, എങ്ങനെയൊക്കെയായിരുന്നു ഇത് രേഖപ്പെടുത്തിയിരുന്നത്? ഏതൊക്കെ സെക്ഷനുകളാണ്? അല്ലെങ്കിൽ ഇപ്പോൾ ആയുർവേദമാവാം, ഇല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ മഹാഭാരതമാവാം, രാമായണമോ. അപ്പോൾ ഏതൊക്കെയായിരുന്നു ഇപ്പോൾ ഈ ഒരു ഇതിൽ കണ്ടെത്താനായത്? കൂടുതലും പുരാണ ഇതിഹാസങ്ങൾ തന്നെയാണ് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത്. വേദങ്ങൾ കണ്ടിട്ടുണ്ട്, അത് സംസ്കൃതമാണ് ഭാഷ, ലിപിയും സംസ്കൃതമാണ്, വട്ടെഴുത്ത്, കോലെഴുത്ത്, ഇതിനെല്ലാം നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് എഴുത്ത് എന്ന് പറഞ്ഞാൽ അത് പഴയ ലിഖിതങ്ങളാണ്. വട്ടെഴുത്ത് നമുക്കത് വായിക്കാൻ പെട്ടെന്നൊന്നും വായിക്കാൻ പറ്റില്ല, പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. എല്ലാത്തിനും പരസ്പര കുറേശ്ശെ ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ തമിഴ് അക്ഷരത്തിന് മലയാള അക്ഷരത്തിന് ബന്ധമുണ്ട്. പല അക്ഷരങ്ങൾക്കും കാന്നൊക്കെ വെച്ച് നോക്കി നോക്കൂ, അതൊക്കെ തമിഴിലും മലയാളത്തിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ എല്ലാറ്റിനും പരസ്പര ബന്ധമുള്ളതാണ് ഈ ഭാഗത്തെ ഭാഷകൾക്കല്ല. അപ്പോൾ വട്ടെഴുത്ത് എന്നുള്ളൊരു ഇതുണ്ട്. കോലെഴുത്ത് പിന്നെ അതിനെക്കാട്ടും കുറച്ചുകൂടി ടഫാണ്. ഇങ്ങനെ ഈ എഴുത്തുകളിലാണ് വളരെ പൗരാണികമായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. ചിത്രങ്ങളൊക്കെ വരയ്ക്കും. ചിത്രങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. പിന്നെ വേദങ്ങളിൽ തന്നെ നമ്മുടെ സ്വസ്തികകൾ, പത്മങ്ങൾ, ഇതൊക്കെ ചിത്രങ്ങളിലായിട്ട് വരച്ചിട്ട് കളർ കൊടുത്തിട്ട് നാച്ചുറൽ കളേഴ്സ് ആവും കൊടുത്തിട്ടുള്ള താളിയോലകളുണ്ട്. ഈ മറ്റ് ഇപ്പോൾ ഒരുപാട് വിഭാഗങ്ങളിൽ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഹിന്ദു ഒരു ഇതിൽ പറയുമ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഒക്കെ ഇത്തരം ഒരു പള്ളിയിലച്ഛൻ വിളിക്കുന്നുണ്ടായി. തിരൂർക്ക് നേരെ സെൻട്രലിലേക്കാണ് വിളിച്ചത്. അവരൊന്ന് പറഞ്ഞേക്കണം, ഇവിടെ കുറച്ച് ഗ്രന്ഥം ഉണ്ടാകുന്ന വായിക്കണം. അത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ഞാനും ഗോവിന്ദനും കൂടിയിട്ടാണ് പോയത്.
അവിടെ പോയി വലിയ ഹൃദ്യമായ സ്വീകരണമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വായിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് പണ്ട് രാജാവ് അവർക്ക് പതിച്ചു കൊടുത്ത കുറച്ച് രേഖകളാണത്. ഇപ്പോഴത്തെ ആധാരം പോലെ. അതെ അതെ, അങ്ങനെ പതിച്ചു കൊടുത്ത രേഖകളാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത് വളരെ സന്തോഷമായി. പിന്നെ ഞങ്ങളെ പള്ളിയൊക്കെ എല്ലാം കൊണ്ട് കാണിച്ചു. ഇപ്പോൾ നമ്മളെ ഒരുപാട് ഇപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം പോലുള്ള ഇരിങ്ങാലക്കുട പോയിട്ടുണ്ട്. അവിടെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ആ നിലവറയിൽ ഞങ്ങൾ പോയിരുന്നു. കുറേയൊക്കെ നമ്മൾ അവിടെ കെട്ട കഴിഞ്ഞ് അങ്ങനെ ചതറിക്കിട അതൊക്കെ ഒരുവിധം ശരിയാക്കി വെച്ചിട്ടാണ് പോന്നിട്ടുള്ളത്. വീണ്ടും പലരും അവിടെ പോയിട്ടുണ്ടാവും, നമുക്കറിയില്ല. പക്ഷെ അവിടെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതും എല്ലാം ഇങ്ങനെയാണ്. അവിടുത്തെ ഭൂസ്വത്തുകൾ, അമ്പലത്തിൻ്റെ ഭൂസ്വത്തുകൾ അങ്ങനെയുള്ളതുണ്ട്, അല്ലാത്തതുണ്ട്. പക്ഷെ അതിൽ നിന്ന് റയർ എന്ന് പറയാനായിട്ടുള്ളൊരു ഗ്രന്ഥം ഞാൻ ഈ ഒടിമാറണല്ലാതെ എൻ്റെ ഇതിൽ കണ്ടിട്ടില്ല. ശരിക്കും ഇതൊരു ഒരു മെസ്സേജാണ് അല്ലേ ഇത്? ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സംരക്ഷിക്കാനുള്ള തീർച്ചയായിട്ടും സംരക്ഷിക്കണ നമുക്ക് ആകെ ചെയ്യേണ്ട സാധനം അതൊന്ന് സുരക്ഷിതമായിട്ട് എടുത്ത് വയ്ക്കുക. പണ്ട് കുരുമുളക് ഇടുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. പെട്ടിയിൽ പട്ടിൽ കെട്ടി വെക്കുക, അതെങ്കിലുമൊക്കെ ചെയ്താൽ മതി. അതൊന്നും ചെയ്യണില്ല, ഇതൊക്കെ ആർക്കും കൊടുക്കൂല. ഇപ്പോൾ നേരത്തെ പറഞ്ഞു നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള, അപ്പോൾ ഏത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഏത് നൂറ്റാണ്ടിലായിരിക്കാം ഈ ഒരു ഇത് നമുക്ക് കൂടുതലായിട്ട് ഇവിടെ കാണുന്ന ഗ്രന്ഥങ്ങളൊക്കെ ഏത് നൂറ്റാണ്ട് മുതലുള്ളതായിരുന്നു? അങ്ങനെ ഇപ്പോൾ ഒരു കൃത്യമായിട്ടൊരു കണക്ക് പറയാൻ പറ്റുമോ എന്നറിയില്ല. എങ്കിലും ഒരു 17-ാം നൂറ്റാണ്ട് 18-ാം നൂറ്റാണ്ടിലൊക്കെ ഇത് നല്ല ഉണ്ടായിരുന്നു രാജാവ്. അപ്പോൾ അതിന് ശേഷം ആകുമ്പോഴേക്കും കുറേശ്ശെ പേപ്പർ വന്നു, മഷിയുടെ കാര്യങ്ങൾ വന്നു, ഇങ്ക് കൊണ്ട് എഴുതൽ തുടങ്ങി, അങ്ങനെ മുക്കിയിട്ട് തൂവലുണ്ട്. അങ്ങനെ ലിഖിതങ്ങൾ ഒരു വലിയൊരു മാറ്റത്തിലാണല്ലോ അവസാനം ഇന്നത്തെ നിലയിലെത്തിയിട്ടുള്ളത്. പ്രകാശേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ പ്രകാശേട്ടന് അറിയുന്നുണ്ടായിരിക്കും ഈ എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയി നമ്മളെ യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ ഏകദേശം ആ ട്രെയിനിങ് സമയത്ത്. അതൊന്ന് കുറച്ചും കൂടി വിശദമാക്കാവോ? കൂടി വിശദമൊക്കെ പറഞ്ഞാൽ അപ്പോൾ എനിക്ക് തോന്നുന്നു 2007 ആവും പത്രത്തിലൊരു വാർത്ത വന്നു. വേറെ ഒന്നും വേണ്ട, കോഴിക്കോട് സർവകലാശാലയിലെ ഈ ഗ്രന്ഥങ്ങൾ അങ്ങനെ ചെതറി വഴി കൂടെ കിടക്കുകയാണ്. അങ്ങനെ ഒരു വാർത്ത മാതൃഭൂമിയിൽ വന്നിരുന്നു. അത് എത്ര ആൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എന്നിട്ട് അത് വലിയ കോളുകളൊക്കെ ഉണ്ടായി. ഈ കൊള്ളൊക്കെ ഉണ്ടാക്കണവർക്ക് കൊള്ളൊക്കെ ഉണ്ടാക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലാണ്ട് അത് വീണ്ടും പഴയ രീതിയിലാക്കണമെന്നൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയൊരു സംഭവം എൻ്റെ ഓർമ്മയിലുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന സാധനങ്ങളെ നമ്മൾ ഇതെന്തോ ഒരു അലപലാതി സാധനം എന്നുള്ളതിൽ പുറത്തേക്ക് ഇട്ടു എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കിയത്. പറ്റിയൊരു ഫോട്ടോഗ്രാഫർ അത് അപ്പോൾ തന്നെ ഫോട്ടോ എടുത്തു, പത്രത്തിൽ കൊടുത്തു. ഫോട്ടോഗ്രാഫർ നേരെയായി, പത്രത്തിനൊരു മൈലേജും കിട്ടി, ബാക്കിയൊരു കാര്യമില്ല. ഇത് സംരക്ഷിക്കാനുള്ളതൊന്നും അന്നും ഉണ്ടായിട്ടില്ല. ഒന്നും ഉണ്ടായില്ല. യൂണിവേഴ്സിറ്റി അത് വീണ്ടും പെരുക്കി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ടാവും. ഇഷ്യൂ ആയിപ്പോൾ ഏകദേശം ഈ ഒരു കാലയളവിൽ എത്ര ഗ്രന്ഥങ്ങൾ പരിശോധിക്കാൻ പറ്റിയിട്ടുണ്ട്? എനിക്കൊന്ന് അങ്ങനെ കൃത്യമായ കണക്ക് എന്നൊക്കെ പറയാൻ നമ്മൾ കണക്കാണ് കൊടുക്കുന്നത്. എങ്കിലൊരു 10,000-ലധികം, ഒരു 20-25,000 ഗ്രന്ഥങ്ങൾ നമ്മൾ തരണം ചെയ്തിട്ടുണ്ടാവും, കണ്ടുപോകുന്നുണ്ട് അതിൽ പല സ്ഥലങ്ങളിലെ. ബൾക്കായി സ്റ്റോക്കുള്ള ഇപ്പം ഞാൻ പറയാം, പൂമുള്ളി മനക്കിൽ കുറച്ച് സ്റ്റോക്കുണ്ട്, നന്നായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെ നന്നായി സംരക്ഷിക്കുന്നത് നമ്മൾ പറയണല്ലോ. അതെന്താ, എങ്ങനത്തെ ഗ്രന്ഥങ്ങളാണ് ഈ സംരക്ഷിക്കുന്നൊക്കെ? ഈ ഒരു എല്ലാം ഒരേ പാറ്റേണാണ്. ആയുർവേദം ഏറ്റവും കൂടുതൽ അവർ ആയുർവേദ സ്ഥാപനം അവിടെ നടത്തുന്ന ആളാണ്. ആയുർവേദ ഹോസ്പിറ്റൽ നടത്തുന്നു പൂമുള്ളിക്കാർ, ആയുർവേദത്തിൻ്റെ ഉണ്ട്. എന്നാൽ അത് മാത്രമല്ല പലതുണ്ട്. അവർക്ക് കിട്ടിയ സാധനം അവർ കൃത്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളും കൂടിയാണല്ലോ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുറത്ത് സംസ്ഥാനങ്ങളിലോ ഇന്ത്യയിലെ വേറെ എവിടെയെങ്കിലും ധാരാളം അതിന് നേപ്പാൾ പോയിരുന്നു. നേപ്പാളിലൊക്കെ ഓരോ മൊണാസ്ട്രിയിലും ഇതിൻ്റെ വലിയ നന്നായി അടുക്കിയിട്ട് നമുക്കിന് ചുറ്റിന് കാണാം. മൊണാസ്ട്രികളുടെ ഉള്ളിൽ ഇത്രയും സേഫായിട്ട് അവരെടുത്ത് വെച്ചിട്ടുണ്ട് ഈ സാധനങ്ങൾ. അവിടേക്കെല്ലാം ഒരു സംസ്കാരം. ഞാനിപ്പോൾ അടുത്ത് ഭൂട്ടാനിൽ പോയി, അവിടെയും നമുക്ക് കാണാം. അവരുടേതായ പൈതൃകം എങ്ങനെ നിലനിർത്തുന്നു നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. ഈ തെയ്യം, തിറ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള തളിയോലകൾ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽ വന്നിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ഒരു കണ്ണൂർ ഭാഗത്ത് അങ്ങനെ കുറച്ച് ഗ്രന്ഥങ്ങൾ കൂടെ പോയിട്ടുണ്ട്. അവിടെ കണ്ണൂർ കുറച്ച് ഇല്ലങ്ങളിൽ പോയിട്ടുണ്ട്. കാളകാട്, അതുപോലെ തന്നെ വേറെ കുറച്ച് ഈ തെയ്യത്തിനൊക്കെ പ്രാധാന്യം, കാളകാടൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അവരുമായിട്ട് ഞാൻ അറിയുകയും ചെയ്യും. അങ്ങനെ പോയതാണ്. അവിടെയൊക്കെ തെയ്യം തിറയുടെ ചരിത്രങ്ങളും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതെല്ലാം ടെസ്റ്റ് ഉണ്ട്, എല്ലാം ടെസ്റ്റ് ഉണ്ട്. പിന്നെന്താ പറയാൻ പറ്റും. പഴയ യൂണിവേഴ്സിറ്റികൾ, നളന്ദ പോലുള്ള അല്ലെങ്കിൽ അത്തരം സംഗതികളൊക്കെ ഒന്നും കിട്ടിയില്ലല്ലോ, എല്ലാം കത്തിപ്പോയി. പക്ഷെ അത് പ്രതിപാദിക്കുന്ന സംഗതികളൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവാം അല്ലേ? അതെ, ഉണ്ടാവാം.
അങ്ങനെയുള്ള ഇതിൽ ഇപ്പോൾ നബി അടക്കം അവിടെ പഠിക്കാൻ വന്നു എന്നാണ് പറയുന്നത്, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളിൽ, അല്ലാണ്ട് മിത്തല്ല. അങ്ങനെ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം ഇവിടെ പഠിക്കാൻ വന്നിട്ടുണ്ട്, നല്ലതിൽ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇത്രയും 14 വർഷത്തോളമൊക്കെ പ്രകാശേട്ടൻ ഇതിനു വേണ്ടി വർക്ക് ചെയ്ത ഒരാളും കൂടിയാണ്. അപ്പോൾ ഇതിപ്പോൾ നിന്നിരിക്കുകയാണ്, ഇങ്ങനെ ഒരു പ്രവർത്തനം ഇപ്പോൾ നടക്കുന്നില്ല. അപ്പോൾ വീണ്ടും അത് സജീവമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രൊജക്റ്റ് പോലെ ഇപ്പോൾ ഉള്ള അങ്ങനെ എന്തെങ്കിലും ശ്രമം ഉണ്ടോ? ഇതിപ്പോൾ എൻ്റെ മനസ്സ് വായിച്ച മാതിരി എന്തോ ഒരു കാര്യമായി. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ 2024 അതിൻ്റെ ആ ഒരു സെൻറ്റർ എനിക്ക് വേണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കുകയും അതെനിക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിൽക്കണം ഈ സാധനം, വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് പറ്റിയ കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടില്ല. പിന്നെ അവരുടേതായ ചില കാര്യങ്ങൾ മാറി, ചില ട്രെയിനിങ് തരാൻ പറഞ്ഞു, അത് നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഞാൻ വർക്ക് തുടങ്ങിയിട്ടില്ല. ഈ പ്രൊജക്റ്റ് ഇപ്പം എൻ്റെ കയ്യിലാണ്, ഞാൻ അതിൻ്റെ കോർഡിനേറ്ററാണ്. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഞാൻ അറിഞ്ഞു ചോദിച്ചല്ല കേട്ടോ, ഞാനിത് പറയണമെന്ന് വിചാരിച്ചല്ല, അങ്ങനെ പറഞ്ഞു പോയി മാത്രം, അങ്ങനെ ഒരു സംഗതി ഇല്ല. അപ്പോൾ ഇത് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് പ്രേക്ഷകരോടൊന്നും പ്രകാശനം പറഞ്ഞോളൂ, ഇതിൻ്റെ ഒരു ഇതെങ്ങനെയാണ്, ഇങ്ങനെ സമീപിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് പ്രകാശനം പറഞ്ഞോളൂ. ഞാനിപ്പം 2 ടൈപ്പ് ആൾക്കാരാണ് വരുന്നത്. ഒന്ന് ഇത് വായിച്ച് നോക്കിയിട്ട് അതിന് അപ്പം തന്നെ അവിടെ തന്നെ ഇരുന്ന് എഴുതിയെടുത്തിട്ട് ഈ സാധനം തിരിച്ചു കൊടുക്കുന്ന ആൾക്കാർ. രണ്ടാമത്തത് ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട്, അതായത് ഡിജിറ്റലൈസ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ വരുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് അതൊക്കെ അവിടെ ഇരുന്നിട്ടുള്ള ഡിജിറ്റലൈസേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഗവൺമെൻറ് പദ്ധതി തന്നെയാണ്. അപ്പോൾ അവർ വരുമ്പോൾ സാധനം നമ്മുടെയാണ്, നമ്മളത് സേഫായി സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളെക്കൊണ്ട് സേഫായി സൂക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ ഏറ്റവും നല്ല നമുക്ക് വിശ്വാസമുള്ള ഒരു സ്ഥാപനത്തിനോ ഒരു വ്യക്തിക്കോ അയാളത് നോക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ ഒരാൾക്ക്, അതിനെക്കുറിച്ച് ധാരണ ഉണ്ട് എന്ന് ഉറപ്പുള്ള ഒരാൾക്ക്, അല്ലാണ്ട് വെറുതെ കയറിയിട്ട് ഈ ഞാൻ പറഞ്ഞ വീരാൻകുട്ടിമായിട്ടുള്ള ഒരാൾക്ക് കൊടുത്തിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അതെന്താ കയ്യിലുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആൾക്ക് ഇത് മുഴുവൻ തള്ളിയിട്ട് കാര്യമില്ല. അങ്ങനെ അറിയണ ഒരാൾക്ക് അത് കൊടുക്കുക, അല്ലെങ്കിൽ അത് എങ്ങനെ പ്രിസർവ് ചെയ്യണമെന്ന് സ്വയം പഠിക്കുക. അപ്പോൾ നമുക്ക് വേണ്ടത്, നമ്മളിത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ബാക്കിയുള്ളതെങ്കിലും ഒരു കാലത്ത് നമ്മൾ സംരക്ഷിക്കാത്തത് നമ്മുടെ കുഴപ്പമില്ല. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് തറവാട്ടിലാണ് ഒരു ഗ്രന്ഥം മുഴുവനെ കയറി വലിച്ചെറിഞ്ഞത് എനിക്കറിയാം, കളിക്കണതിൻ്റെ ഇടയിൽ. അതെന്തായിരുന്നു ഞാൻ വായിച്ചിട്ടില്ല. അത് വേണ്ടാന്ന് പറയാൻ രക്ഷിതാക്കളാരും തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ അവർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ. അതുകൊണ്ട് കളിക്കുന്നതായിരുന്നു ഞങ്ങൾ. കളിക്കുമ്പോൾ അതിനെ നശുകുശി കുറേ കീറി വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ 2 ഗ്രന്ഥം ഇന്ത്യയിലുണ്ട്, അത്രേ ഉള്ളൂ ഇന്ത്യയിൽ. അപ്പോൾ ഒരിക്കൽ നിന്നു പോയ ആ ഒരു ദൗത്യം, നമ്മുടെ പാരമ്പര്യവും നമ്മുടെ പൈതൃകവും ഒക്കെ സംരക്ഷിക്കാൻ ചെയ്യുന്ന ഒരു ദൗത്യം, അപ്പോൾ അത് വീണ്ടും പ്രകാശേട്ടൻ ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോട്ടെ. അല്ല, എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അതെ നമ്മളെല്ലാവരും ആ ദൗത്യത്തിൻ്റെ ഭാഗങ്ങളാവുകയാണ് അതിൻ്റെ ഏറ്റവും നല്ലത്. അതിനൊരു ആൾ വേണമെന്നില്ല, അപ്പോൾ അത് കിട്ടിക്കോളണമെന്നൊന്നുമില്ല. കിട്ടിയാൽ വരും. ഇല്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ള സാധനത്തിനെ എന്ത് ചെയ്യണമെന്ന് വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് ഉപയോഗിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഇതിൽ മലയാളമാണ് എഴുതിയിട്ടുള്ളത്, ഭാഷ സംസ്കൃതമാണ്. ഇത് വെറും ഓലയാണ്, പട്ട. അപ്പോൾ ഇത് പ്രിസർവ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയിട്ട്, ആ എഴുത്താണി എന്നുള്ള സാധനം വെച്ചിട്ടാണ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കെട്ടുമ്പോഴും നമ്മളതിനുള്ളൊരു പ്രധാനമുണ്ട്. നല്ല ഇങ്ങനെ ആക്കി വെച്ച് നല്ലോണം ടൈറ്റ് ചെയ്ത് വെച്ച് ടൈറ്റായിട്ട് കെട്ടണം എന്നാണ് പറയുക. എങ്കിൽ ഈ സിൽവർ ഫിഷ് എന്നുള്ള സാധനം ഉണ്ടല്ലോ, ഒരു ചെറിയ ഒരു ജന്തുവാണ്, അത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയാൽ ഇത് തുളച്ചിട്ട് തിന്നും. ഇതിൻ്റെ ഓലകളെല്ലാം പൊടിയാനുള്ള സാധ്യതയുണ്ട്. ഇടയ്ക്ക് അഴിച്ചിട്ടില്ലെങ്കിലും, സിൽവർ ഫിഷ് ഒന്നും കാരണം ഇത് ഇടയ്ക്ക് അഴിച്ച് പരിശോധിച്ചിട്ടില്ലെങ്കിലും ഇത് പൊടിഞ്ഞു പോകും. അല്ലേ, ഇതാണ് ഒരു ഡാമേജ് വന്ന സാധനം. ഇങ്ങനെയാണ് അത് കേടുവന്നത്. ഇത് നമ്മൾ ചിലപ്പോൾ സിൽവർ ഫിഷിനെ ഇതിൽ കാണാം. ഇങ്ങനെ അല്ലേ, ഇങ്ങനെ തിന്ന് പോയിട്ട് ഇത് ഇങ്ങനെയൊക്കെയാണ് അത് കേടുവന്ന് പോവുക.